ഒരു വലിയ രാഷ്ട്രീയ സമൂഹത്തിലെ കൊളോസസിന് ഇത്രയും ലാളിത്യത്തിലായിരിക്കാൻ കഴിയുമോ? കുഞ്ഞുഞ്ഞെന്ന പേരുപോലെ 3-4 വരകളിൽ കാരിക്കേച്ചറിൽ ഒതുക്കാനാകുന്ന വിധത്തിൽ കൊച്ചു കുഞ്ഞിനു പോലും അനുകരിക്കാനാവുന്ന മുഖഭാവങ്ങളോടെ ഒരു വൻമരത്തിന് ഇത്രയാഴത്തിൽ വേരുകളാഴ്ത്താനാകുമോ? 72 മണിക്കൂറോളം ആളുകളെ കരയിച്ചുകൊണ്ടാണ് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ അലിയുന്നത്. പുതുപ്പള്ളി വീട്ടിൽ നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള 28 മണിക്കൂർ യാത്രക്കിടെ മഴയെയും വെയിലിനെയും സമയത്തെയും അവഗണിച്ച് ഉമ്മൻചാണ്ടിയെ പൊതിഞ്ഞത് ലക്ഷങ്ങളാണ്. ചെന്നു നിന്ന ഇടങ്ങളെല്ലാം സമ്മേളന വേദികൾ പോലെ വെളിച്ചമുള്ളതാക്കിയ ആ മനുഷ്യനെ കാത്ത് ഒരു പൂവെങ്കിലും എറിഞ്ഞ് ആദരമർപ്പിക്കാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തുമുള്ള റോഡിനിരുവശവും ജനസാഗരമിരമ്പി. ജനസാഗരത്തിൽ തട്ടി സ്വന്തം ജീവിതത്തിലെ സമയമാകെ ചിതറിത്തെറിച്ച ഒരു മനുഷ്യന്റെ അന്ത്യയാത്രയും വ്യത്യസ്തമായിരുന്നില്ല. ആദരവോടെ കാത്തുനിൽക്കുന്ന അവസാന മനുഷ്യനെയും കണ്ടുതീർത്തേ വിശ്രമിക്കൂ എന്ന് ശഠിച്ച പ്രിയ നേതാവിന് എന്തുകൊണ്ടും അനുയോജ്യമായ അന്ത്യയാത്ര. ചൊവ്വാഴ്ച പുലർച്ചെ ബംഗളൂരുവിൽ വെച്ച് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ബംഗളൂരുവിൽ മുൻമന്ത്രി ടി ജോണിന്റെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷമാണ് നിറച്ചിരിയില്ലാതെ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെത്തിയത്. ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിലെ പൊതുദർശനം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ദർബാർ ഹാളിലും തുടർന്ന് ഇന്ദിരാഭവനിലും വിലാപയാത്രയായി ഉമ്മൻചാണ്ടി എത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വലം വെച്ച് നിന്നപ്പോൾ ആ രാത്രിയിൽ ആ വേദിയെയാകെ പൊതിഞ്ഞത് തടിച്ചുകൂടി വിതുമ്പി നിന്ന ജനമാണ്. കണ്ണേ കരളെ ഉമ്മൻചാണ്ടി, ഇല്ലയില്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ചത് ഹൃദയത്തിൽ നിന്നുമായിരുന്നു. സാന്നിധ്യം കൊണ്ട് ആയിരങ്ങളുടെ ഹൃദയത്തെ ഉടക്കി വലിച്ചത് ആന്റണിയത്തെ കാഴ്ചയായിരുന്നു. ഒരു ചില്ലിനപ്പുറം പ്രിയ കൂട്ടാളിക്ക് ചുംബനം നൽകി പൊട്ടിക്കരയുന്ന AK ആന്റണി എന്ന കരുത്തിന്റെ ചിത്രം വേദനിപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുമൊത്തുള്ള ഊഷ്മള സൗഹൃദത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ വിതുമ്പി. ബുധനാഴ്ച പുലർച്ചെയാണ് വിലാപയാത്രയായി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കോട്ടയത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വഴിനീളെ സ്നേഹച്ചങ്ങലയായി സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകൾ കാത്തുനിന്നു. എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ച് ചിലർ വിതുമ്പി. സാറിന് പകരം ദൈവത്തിന് എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചിലർ പരിതപിച്ചു. ഒരു വര കൂടെ വരുമെന്നൊക്കെ ഓർപ്പാണ്. ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം വിളിച്ചു. മനസ്സിൽ സങ്കടം തോന്നുന്ന കാരണം ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇനി ഈ ജീവിതത്തിൽ ഇതുപോലൊരു മേധാവി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നിവേദനങ്ങളിൽ ഒപ്പിടിക്കുവാനായി അദ്ദേഹത്തെ കാത്ത് സ്വർഗത്തിൽ മാലാഖമാർ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് ആളുകൾ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന് ജനം നൽകുന്ന അസാധാരണമായ സ്നേഹാദരങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ചേതനേറ്റ ശരീരത്തിന് അരികിലിരുന്ന് ചാണ്ടിയുമ്മൻ കൂപ്പുകൈകളോടെ നന്ദി പറഞ്ഞു. സഹോദരനെയും മെന്ററെയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മൃതസഞ്ജീവനിയെയും നഷ്ടപ്പെട്ട വേദനയോടെ മൗനം പാലിച്ച് വണ്ടിയിൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. എല്ലാവരുടേതുമായിരുന്ന, ആർക്കും എത്തിത്തൊടാമായിരുന്ന നേതാവിനെ സ്നേഹിച്ച ജനസാഗരത്തിലൂടെ തുഴഞ്ഞു നീങ്ങുക എളുപ്പമായിരുന്നില്ല. വിലാപയാത്ര തിരുവനന്തപുരം ജില്ല പിന്നിടാൻ മാത്രം 7 മണിക്കൂറെടുത്തു. കൊല്ലം ജില്ലയും പിന്നിട്ട് പത്തനംതിട്ടയിലേക്ക് വിലാപയാത്ര പ്രവേശിക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. മെഴുകുതിരികൾ തെളിയിച്ച് വഴിയോരങ്ങളിൽ ദുഃഖിച്ച മുഖങ്ങളോടെ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു ജനസേവകന്റെ പുരുഷായുസിന്റെ സായുജ്യമെന്ന് പറയുന്നത്രയും വിരോചനമായിരുന്നു ആ മടക്കയാത്ര. കുഞ്ഞൂഞ്ഞിന്റെ ആത്മത്തിൽ ആഴത്തിൽ പറ്റിപ്പിടിച്ച കോട്ടയത്തേക്ക് വിലാപയാത്ര എത്തുമ്പോൾ ഒരു രാവും പകലും കണ്ണീരുണങ്ങാത്ത കണ്ണുകളുമായി കാത്തിരുന്ന ജനക്കൂട്ടത്തിന്റെ വൻമതിലാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയെ എതിരേറ്റത്. തിരുനക്കര മൈതാനത്തിൽ
ഒരു കടലായി ഉമ്മൻചാണ്ടിയെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജനങ്ങളുടെ ആകാശത്തു നിന്നുള്ള കാഴ്ച അവിസ്മരണീയമായിരുന്നു. ആ ആകാശക്കാഴ്ച ഒന്നു മാത്രം മതിയായിരുന്നു ഉമ്മൻചാണ്ടി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമാകാൻ. ഉമ്മൻചാണ്ടി എന്ന സ്നേഹരാഷ്ട്രീയ ബ്രാൻഡ് വളർന്നു തുടങ്ങിയ DCC ഓഫീസിൽ കാത്തുനിന്ന എല്ലാവരും ഉമ്മൻചാണ്ടി അമരനാണെന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു. എനിക്ക് പുതുപ്പള്ളിയോട് അസൂയയാണെന്ന് മറിയാമ്മ പറയുന്ന വിധത്തിലുള്ള അപൂർവ രസതന്ത്രമാണ് ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയും തമ്മിൽ ഉണ്ടായിരുന്നത്. കരോട്ടുവള്ളക്കാളിൽ വീട്ടിൽ ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തിക്കിത്തിരക്കി. ആ സ്നേഹമായി പറഞ്ഞവരെല്ലാം കരോട്ടുവള്ളക്കാളിൽ വീട്ടിൽ നിന്ന് വിതുമ്പി. ആയിരങ്ങൾ കത്താണിയായിരുന്ന ആ പൂമുഖത്തിൽ കുഞ്ഞുഞ്ഞു സഹായിച്ചവരുടെ കണ്ണീർ വീണ് ചിതറി. ആയിരങ്ങൾ പതിനായിരങ്ങളായി നിറഞ്ഞു കവിഞ്ഞു. ഒരു സ്വപ്നമായി ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ച പുതിയ വീട്ടിലായിരുന്നു പിന്നീട് പൊതുദർശനം. പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര പുതിയ വീട്ടിലെത്തിയത്. കുടുംബ വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നില്ല. ജനത്തിരക്ക് മൂലം രാഹുൽ ഗാന്ധി പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത്. കല്ലെറിഞ്ഞ് നെറ്റിപൊട്ടിച്ചവരോട് പോലും പൊറുത്ത സ്നേഹരാഷ്ട്രീയത്തിന്റെ ഉടയോനോട് അതേ രാഷ്ട്രീയ ബോധ്യങ്ങളാണ് രാഹുലും കൈകോർത്തിരുന്നത്. അച്ഛനെ കൊലപ്പെടുത്തിയവരോടും MP കസേരയിൽ വാഴ വച്ചവരോടും പുറത്ത കിലോമീറ്ററുകൾ നടന്ന് ജനസമ്പർക്കമുറപ്പിച്ച രാഹുൽ OCയെ കാണാനെത്തിയ രംഗം വികാരനിർഭരമായിരുന്നു. മറിയാമ്മയെ കെട്ടിപ്പുണർന്ന് ഉമ്മൻചാണ്ടിയോട് ആദരമറിയിച്ച് രാഹുൽ മടങ്ങി. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പടിക്കെട്ടുകൾ പോലും ജനസമ്പർക്ക വേദിയാക്കിയ കുഞ്ഞുഞ്ഞ് അതേ പള്ളിയിൽ തന്നെയാണ് അന്ത്യവിശ്രമം ചെയ്തത്. ആരെയും വേദനിപ്പിക്കാത്ത തന്റെ പിതാവിന് സ്വർഗത്തിൽ തന്നെയായിരിക്കും സ്ഥാനമെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ വാക്കുകൾ. കുടുംബത്തിന്റെ അന്ത്യചുംബനങ്ങളും ജനക്കൂട്ടത്തിന്റെ കണ്ണീർ കണങ്ങളും ഏറ്റുവാങ്ങി രാത്രി 12:25 അദ്ദേഹം വിശ്രമത്തിലേക്ക് കടന്നു. Sosial